ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 2 ശ്ലോക 7. ഏവം ഭൂതദയാ ഹി ഭക്തി അഭിഹിതഃ യോഗഃ സഗയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരഃ യോഗീശ്വരൈഃ ഗീയതേ. സൗന്ദര്യ ഏകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിഃ നിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഏവം എല്ലാ വിധത്തിലും ഭൂതദയാ ഭഗവത് സ്മരണ ഉള്ള ഭക്തജനങ്ങൾ ഹി ഉണ്ടാകുന്നു ഭക്തി ഭക്തിയോഗം അഭിഹിത പിന്തുടരുന്നത് യോഗ യോഗ ആചരങ്ങൾ സഹ കൂടെ യോഗദ്വയാത് രണ്ട് പ്രത്യേക യോഗങ്ങൾ കർമ്മ കർമ്മയോഗം ജ്ഞാനം ജ്ഞാനയോഗം അയാത്ത് എന്നിവ വൃഷോത്തമതമഹ ഏറ്റവും ഉത്കൃഷ്ടം എന്ന് പറയപ്പെടുന്നത് യോഗീശ്വർ യോഗികൾ ഐഹി ധാരാളം ഗീയതേ പറയുന്നു സൗന്ദര്യ സുന്ദരതരം ഏക ഒന്നേ ഒന്ന് രസാത്മകെ വളരെ രസിപ്പിക്കുന്നത് ത്വയി ഭഗവാന്റെ ഖലു എല്ലാം പ്രേമ ഭക്തിയാലുള്ള സ്നേഹം പ്രകർഷാത്മിക ആദരത്താൽ പ്രകാശിപ്പിക്കുന്നത് ഭക്തി ഭക്തന്മാർ നിശ്രമമേവ പ്രത്യേകിച്ച് ഒരു പരിശ്രമവും കൂടാതെ വിശ്വപുരുഷൈഹി ലോകനാഥൻ ലഭിക്കുന്നു രമാവല്ലഭ രമയുടെ ഭർത്താവായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യകരസാ ത്വയി ഖലു പ്രേമ പ്രകാശാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈ ലഭ്യാ രമാവല്ലഭ. എല്ലാ വിധത്തിലും ഭഗവത് സ്മരണ ഉണ്ടാകുന്ന ഭക്തജനങ്ങൾക്ക് ഭക്തിയോഗം പിന്തുടരുന്നു. അവർ പല യോഗ ആചാരങ്ങൾ ചെയ്യുന്നു. കൂടാതെ രണ്ട് യോഗത്താൽ അവർ വളരെ പ്രസിദ്ധമാകുന്നു. ഒന്ന് കർമ്മയോഗവും മറ്റേത് ജ്ഞാനയോഗവും. കർമ്മയോഗം എങ്ങനെയാണോ ഒരു ഭക്തൻ തൻ്റെ കർമ്മത്തിലൂടെ ഭഗവാനിൽ സമർപ്പണം ചെയ്യുന്നത്, അതുപോലെ തന്നെ ജ്ഞാനയോഗം തൻ്റെ ജ്ഞാനത്തിലൂടെ തൻ്റെ ഭക്തിയെ അവിടെ പരിപാലിക്കുന്നു. എന്നിവ ഏറ്റവും ഉത്കൃഷ്ടം എന്ന് പറയപ്പെടുന്നു, കർമ്മയോഗവും ജ്ഞാനയോഗവും. എന്നാൽ യോഗികൾ ധാരാളമായി എന്തു പറയുന്നുവെന്നാൽ ഭക്തിയോഗമാണ് കർമ്മയോഗത്തെക്കാട്ടിലും ജ്ഞാനയോഗത്തെക്കാട്ടിലും ഏറ്റവും ഉത്കൃഷ്ടമെന്ന്. എന്തെന്നാൽ കർമ്മയോഗം ഒരു പരിധിക്ക് മേലെ ചെയ്യുവാൻ അത് വളരെ പ്രയാസമുള്ളതാണ്. അതുപോലെ തന്നെ ജ്ഞാനയോഗം എല്ലാ തരത്തിലുള്ള ജ്ഞാനത്തെയും നേടുക എന്നത് വളരെ പ്രയാസമുള്ളതാണ്. അതായത് പലതരത്തിലുള്ള വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ജ്ഞാനം ഏറ്റെടുക്കുവാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ സുന്ദരതരമായിട്ട് ഒന്നേ ഒന്ന് ഭഗവാനോടുള്ള ഭക്തിയോഗമാണ്. അത് വളരെ മനസ്സിൽ രസം തരുന്നു. അതുപോലെ ആ ഭക്തന്മാർക്ക് ഭക്തിയാൽ സ്നേഹം ആർദ്രതയോടുകൂടി ഇരിക്കുന്ന ആ മനസ്സിനെ കുളിർപ്പിക്കുന്നു. ആ ഭഗവാൻ ആ ഭക്തന്മാരെ പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പരിശ്രമവും കൂടാതെ പൂർണമായ ഭക്തിയിലൂടെ ഭക്തിയോഗത്തെ ലഭിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ലോകനാഥനെ
അതായത് രമയുടെ ഭർത്താവായ ആ ശ്രീകൃഷ്ണനെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ കയ്യിനുള്ളിൽ അത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു ഈ ഭക്തിയോഗം. ഈ ശ്ലോകത്തിൽ ഭക്തിയോഗത്തിന്റെ ആ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ സൗന്ദര്യമാകുന്ന ആ ഒരു മഹാത്മ്യത്തെയും ആ ഒരു ഭക്തന്റെ ഭക്തി യോഗമായി തീരുന്ന ആ മഹത്വത്തെ കുറിച്ചുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു.